നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 2 ആട്ടോ. അപ്പൊ നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2 ഒക്കെ കളിച്ച് കംപ്ലീറ്റ് ആക്കിയാണ്. അപ്പം ഗ്രാനി ചാപ്റ്റർ 2 തന്നെ എന്തോ ഒരു റീമാജിഡ് എന്നൊക്കെ പറഞ്ഞൊരു വെർഷൻ ആട്ടോ. അപ്പോഴത്തേക്കും അതാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്തോ റീമാജിൻ ഒക്കെ ചെയ്തുള്ള സംഭവം എന്നൊക്കെയാണ് പറയണത്. നമുക്ക് അതിൽ നോക്കാം. പിന്നെ ഗൈസ് എല്ലാവരും വീഡിയോക്കിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്കിലേക്ക് കേട്ടോ. നമ്മളപ്പോ ഒരു 40ലേക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റോഡ് ടു 100K അല്ല 100K ഉടനെ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ റോഡ് ടു 100 സബ് ആണ്. അപ്പൊ എല്ലാവരും 100 സബ് ഒക്കെ വിചാരിക്കുന്നു. നമുക്കപ്പൊ എന്തായാലും നേരെ ഗെയിമിലോട്ട് പോവാം. അപ്പൊ ഗൈസ് നമ്മുടെ ഗെയിം എങ്ങനെ ലോഡിങ് എന്താ വേറെ രീതിയിലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. ലോഡിംഗ് ഒക്കെ വേറെ രീതിയിൽ കാണിക്കുന്നു കേട്ടോ. നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 2 എന്തോ ഒരു മോഡഡ് വെർഷൻ ആണെന്ന് തോന്നുന്നു എനിക്ക്. ഡേ വൺ അങ്ങനെ ആയിട്ടുണ്ട്. നമുക്കപ്പോ ഇതിൽ നോക്കാം. ഓ, നമ്മളപ്പോ ഗ്രാനി ചാപ്റ്റർ 2 ആ ഒരു അടിയിലുള്ള ഒരു സംഭവത്തിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ എസ്കേപ്പ് ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമുക്കപ്പോ എന്തായാലും നോക്കാം. നമ്മുടെ ഇവിടെ ഡോറ് ഇവിടെ നമ്മുടെ അപ്പൊ ഇവിടെ വേറൊരു വഴി. ഇത് നമ്മുടെ എവിലിനകത്തൊക്കെ ഉള്ളവർക്കൊരു വഴി കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ഡോർ ഉണ്ടല്ലോ. അപ്പൊ ഗായ്സ് ഇവിടെ ഒരു ഡോർ ഉണ്ട്, ഇവിടെ ഒരു ഡോർ. നമുക്കിതിൽ ഇങ്ങോട്ട് എങ്ങനെ പോവും? ഓ, അപ്പൊ ഗായ്സ് നമുക്കിത് ചാടാൻ പറ്റുന്നുണ്ട്. നമുക്ക് ജമ്പിന്റെ ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഇത് എങ്ങോട്ട് എത്തണേ? എന്റെ പൊന്നോ, ഇത് കൊള്ളാൻ കേട്ടോ സംഭവം. അപ്പൊ ഗായ്സ് നമ്മൾ ഇതിലും വരെ നോർമലി വരുമ്പോഴത്തേക്കും അവിടെ പോയി ആ ഒരു സംഭവത്തിൽ സൗണ്ട് ഉണ്ടാക്കി ഗ്രാനീനെ ഗ്രാൻഡ്മേനൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടൊക്കെയാണ് പോകുന്നത്. ഇത് നമുക്ക് നേരെ അങ്ങോട്ട് കയറാൻ പറ്റും കേട്ടോ. ഇത് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ ആ ടി വി ഇരിക്കുന്ന റൂമിലോട്ട് എത്തി. പിന്നെ നമുക്ക് ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടും കൂടെ പോയി നോക്കാം. ഇത് സംഭവം കൊള്ളാൻ കേട്ടോ. നമ്മൾ റീഇമാജിൻ കേട്ടോ. അപ്പം ഇവിടുന്ന് വേറൊരു വഴി കാണുന്നുണ്ടല്ലോ. ഓ, നമ്മൾ ഏറ്റവും മേളത്തെ ഫ്ലോറിലെത്തി, 3rd ഫ്ലോറിലെത്തി പെട്ടെന്ന് തന്നെ. ഇത് പൊളിച്ചു കേട്ടോ. ഇത് കൊള്ളാം സംഭവം. ഇത് നമുക്ക് ഒന്ന് കുറച്ചുകൂടി സിമ്പിൾ ആണെന്ന് തോന്നുന്നു. തുറക്കാൻ പറ്റത്തില്ലേ? ഇതിനകത്തൊരു സംഭവം ഇല്ല. അത് കൊള്ളാലോ. ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു. ഓ, കള്ളക്കിളവ് വരുന്നുണ്ട്. ഒരു ആനിമേഷൻ കണ്ടു ഞങ്ങള്. നമ്മൾ ഗ്രാനിയൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരുമാതിരി സൂം കണക്കൊക്കെ ആയി പോകുന്നത് കേട്ടോ. എന്തായാലും ഇങ്ങേർക്ക് ഇതിലും വരുന്ന വരാൻ പറ്റത്തില്ല. നടുവിന് ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം എന്തായാലും ഇതിലും വരുന്ന കയറിയായിട്ടുള്ള അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ പുള്ളിക്ക്. എന്തായാലും സംഭവം കൊള്ളാം. ഗ്രാൻഡ് പോയിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ഒരു ഡോർ കാണുന്നുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ക്രോബാർ കൊണ്ടുപോയാലും നമ്മൾ സംഭവം തുറക്കണമെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ഡോർ നേരത്തെ അവിടെ ഇല്ലായിരുന്നു സത്യം പറഞ്ഞ. ഗ്രാൻഡ് എനിക്ക് തോന്നുന്നു അവിടെ പോയി ഡാൻസ് കളിക്കാൻ പോകുന്നു കേട്ടോ. കള്ളക്കിളവൻ താരത്തോട്ട് പോയി. നമ്മൾ അത് തുറക്കണമെങ്കിൽ നമുക്ക് ഓ ഗണ്ണ് ഇതെന്ത്? അപ്പൊ ഇത് ഇങ്ങനൊന്നും അല്ലല്ലോ. ഇവിടെ കിച്ചൺ അല്ലല്ലോ പറഞ്ഞു. ഇതിന്റെ താഴത്തില്ല കിച്ചൺ. ഇതിന്റെ താഴത്തല്ല കിച്ചൺ. ഇവിടെ കട്ടിംഗ് പ്ലെയർ ഉണ്ട്. ഈ ഗെയിമിന്റെ സെൻസിറ്റിവിറ്റി നല്ല പാടാട്ടോ. ഒരിത് ഇല്ല സെൻസിറ്റിവിറ്റി. ഭയങ്കര കുറവ് സെൻസിറ്റിവിറ്റി. ഹെലികോപ്റ്റർ കീ. നമുക്ക് ഹെലികോപ്റ്റർ കീ ഇവിടെ ഇരിപ്പുണ്ട്. അല്ലല്ല, ഇങ്ങനൊന്നും അല്ലല്ലോ ഇത് വരേണ്ടത്. ഇവിടെ ഒരു ഡോറോ? ഐ നീഡ് എ ഡയമണ്ട് കീയോ? അപ്പൊ ഗൈസ് ഇതെന്തോ ഇത് വേറെ ഇത് നമ്മുടെ ഗ്രാനി അല്ല. ഇത് വേറെ ഏതോ ഒരു ഗ്രാനിയാട്ടോ. ഇത് വേറെ ഏതോ ഒരു ഗ്രാനിയാ. ഇങ്ങനൊന്നും അല്ലല്ലോ നമ്മുടെ ഗ്രാനി ഉള്ളേ. അപ്പൊ നമ്മുടെ താഴത്ത് കിച്ചൺ ഉണ്ടോ? ഇതിന്റെ ആനിമേഷൻ ഇതെന്തോ ഡാൻസ് കളിക്കുന്നത്. നമ്മുടെ കള്ളക്കിളവനും കൂടി കൊണ്ട് വന്നിരുന്നെങ്കിൽ അങ്ങനെ കൂടെ ഉറക്കിയിട്ട് നമുക്ക് ആ താക്കോലും കൂടി എടുക്കാം. അങ്ങയുടെ ഒരു കാര്യത്തിൽ താക്കോൽ എടുപ്പുണ്ടല്ലോ. മോനുസേ എവിടാ? പാട്ട് കേട്ടാ പുള്ളി ഓടി വരും. അതുറപ്പാ. പാട്ട് കേട്ടാ ഓടി വരും. പെട്ടെന്ന് ഓടുവാ. ഗൈസ് കാണില്ലല്ലോ പുള്ളിനെ. ഇവിടെ പോയി കിടക്കുക. ഹലോ ഗ്രാൻഡ്പാ. ഗ്രാൻഡ്മാനെ കാണുവാനില്ല. ഇങ്ങേരിത്
ഇയാള് കിടപ്പ് കിടക്കുവാണ്. എന്തായാലും നമുക്ക് താഴത്തോട്ട് പോയി നോക്കാം. അവിടെ എങ്ങാണ്ട് നമുക്കൊരു സംഭവം ചെയ്യാനായിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് പോയി നമുക്ക് എന്തായാലും ആ കൊച്ചിറക്കിനെ ഉറക്കിയിട്ട് അവിടുന്ന് എന്തെങ്കിലും എടുക്കാം. അതിന് മറ്റേ സംഭവം വേണമല്ലോ. എന്നാലും നമുക്ക് സെക്യൂരിറ്റിക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. എന്തുവാ ഹെലികോപ്റ്റർ മാനുവല്? അങ്ങനല്ല. എന്തായാലും നമുക്ക് മേളിൽ പോയി സംഭവം ഓപ്പൺ ആക്കി. കള്ളക്കിളവിങ്ങനെ കിടക്കുന്ന കാരണം മിടക്കേടാട്ടോ. നമുക്കിപ്പോ എന്തായാലും സെക്യൂരിറ്റിക്ക് ഓപ്പൺ ആക്കി അതിനകത്ത് വല്ല ഉണ്ടോ നോക്കാം. ഇതിനകത്തൊന്നും ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ സേഫ് കീ കിടപ്പുണ്ട്. നമുക്ക് സേഫ് കീ എവിടെയായിരുന്നു? നമ്മുടെ ഈ സേഫ് കീ എവിടെ ഇടണ്ടെന്ന് ഞാൻ മറന്നു കേട്ടോ. ഡയമണ്ട് കീ ഇടേണ്ട നമ്മളിവിടെ കണ്ടായിരുന്നല്ലോ. നമ്മളെ മേളിലെന്തോ ഇവിടെ കണ്ടത് ഡയമണ്ട് കീ ഇടേണ്ട സംഭവം കണ്ടായിരുന്നു. ഹെൽപ്പ്, നമ്മളിതിന്റെ മേളിട്ടെത്തി. ഇവിടുത്തെ പരിപാടി ഉണ്ടല്ലോ. ഇവിടുന്ന് എന്തോ ചത്ത് ചത്തില്ല. ഞാൻ ചത്തെന്ന് ചോദിച്ചേ. എന്നാലും അവിടെ എന്തിനാ സംഭവം വെച്ചിരിക്കുന്ന ഇടത്തിൽ പിടുത്തം കിട്ടില്ല കേട്ടോ. അയ്യോ പെട്ട്. ഡേ 2 ആയിട്ടുണ്ട് നമ്മളങ്ങനെ. നമ്മൾ ഇത് തുറന്നു നോക്കില്ലേ? നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് തുറന്നു നോക്കിയേക്കാം. ഗണ്ണ് അങ്ങോട്ട് എടുത്തേക്കാം. പാഡ്ലോക്ക് കിടപ്പുണ്ട് ഇവിടെ. ഇവിടെയാണ് സേഫ്റ്റി ഇടേണ്ടത്. ഫ്രണ്ടിൽ തന്നെ പോയി ചാടിക്കൊടുത്ത് കോപ്പ്. ഡേ 3 കോപ്പ്. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞ് നമ്മള് തീർന്ന്. അപ്പൊ ഇത് വേറെ രീതി കേട്ടോ. ഇതിനകത്തൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. നമ്മുടെ അവിടെ വേറെ ഏതോ ഒരു വരി അവിടെ ഹെൽപ്പ് എന്നൊക്കെ എഴുതി എന്തിനാ പിടുത്തം കിട്ടണില്ല. കാലൊക്കെ തല്ലി ഓടിച്ച് നമ്മുടെ. ഇതിന്റെ ഗ്രാഫിക്സ് ഒക്കെ വേറെ. ഇതെന്ത് വഴി? ഇതിന്റെ അടിയിലോട്ടോ? ഇത് നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 1-നകത്തുള്ളൊരു സംഭവം അല്ലേ? അല്ല, ഇത് മറ്റേ ഗ്രാനി ചാപ്റ്റർ 1-നകത്തുള്ളതല്ലേ? ആ ഒരു സെയിം സെറ്റപ്പ് തന്നെ കേട്ടോ. ഞാൻ അവിടെ കണ്ടൊരു നമ്പർ 1 എഴുതിരിച്ചു. എനിക്കൊന്ന് ഇതാണെന്ന് തോന്നുന്നു. ഗ്രാൻഡ് ഒരാവശ്യമില്ലായിരുന്നത്. ഒരാവശ്യമില്ല. ഞാൻ എന്തിനാ തുറന്നത്? അത് തുറക്കേണ്ട ഒരു ആവശ്യത്തിൽ പറഞ്ഞില്ല.
അയ്യയ്യോ, ഇനി കുറച്ച് ദിവസം കൂടെ, ഒരു ദിവസം കൂടെ ഉള്ളൂ. നമുക്കപ്പോ എന്തൊക്കെയോ ഇന്നത്തെ വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ട്. ഇത് എനിക്ക് എന്ത് പറ്റി? ഞാൻ എന്തൊക്കെയാ കാണിക്കണേ? ദ ലാസ്റ്റ് ഡേ. ഇതും കൂടെ തോറ്റ തീർന്ന്. ഇനി എന്തൊക്കെയോ നമുക്ക് കണ്ടുപിടിക്കാട്ടുണ്ട്. നമുക്ക് ആകെപ്പാടെ കിട്ടിയിരിക്കുന്നത് ഹെലികോപ്റ്ററുള്ള എന്തൊക്കെയോ, ഹെലികോപ്റ്റർ കീയും കിട്ടി, ഹെലികോപ്റ്റർ മാനുവലും കിട്ടി. എനിക്കൊന്ന് ഈ ഹെലികോപ്റ്ററിൽ കൂടെ പോയിട്ട് നമുക്ക് ഇനി ഫുള്ള് ഫോട്ടോയുടെ സംഭവം കണ്ടുപിടിക്കണം. കുറെ പരിപാടിയുണ്ട് നമുക്കിനി. ഇതിനകത്തുള്ളൂ നോക്കില്ലല്ലോ. ഇവിടെ ഇത് എന്തുവാണ് ഇത്? ഓ, ഇത് നമുക്ക് വായിക്കുന്ന വല്ല എന്തായാലും വേണ്ട. ഇതൊക്കെ വേറെ ഏതൊക്കെയോ വഴികൾ കേട്ടോ ഇവിടെ. വേറെ ഏതൊക്കെയോ വഴികള്. ഷേ, ഇതിനകത്ത് എങ്ങനെ കൊല്ലുന്നത് നോക്കട്ടെ ഒന്ന്. ഓ, അവന് തിന്നാൻ കൊടുത്തില്ല നമ്മളെ. അപ്പൊ ഗായ്സ്, എന്തായാലും നമ്മൾ ഇതെന്തായാലും ജയിക്കുന്നതായിരിക്കും. ഇതിന്റെ രീതിയൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോക്ക് നമ്മളെന്തായാലും കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് കേട്ടോ. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോക്കകത്ത് കാണാം.